ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. സോഷ്യൽ മീഡിയ റാഗിംഗ്. തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ തിരൂരങ്ങാടി ടൗണിൽ വെച്ച് നടന്ന അടിപിടിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ, റാഗിംഗ് എന്നീ വിഷയങ്ങളിൽ വിശദമായ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS അവറുകൾക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെയും വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെയും അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. താനൂർ DYSPയുടെ നിർദ്ദേശപ്രകാരം തിരുനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് SIമാരായ MP സുബൈർ, ഫസൽ എന്നിവർ ചേർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ അസംബ്ലിയിൽ വെച്ച് സോഷ്യൽ മീഡിയ റാഗിംഗ് ക്ലാസ് നൽകി. മൊബൈൽ ഫോൺ പിടിക്കപ്പെട്ടാൽ TCയോടൊപ്പം രക്ഷിതാക്കൾക്ക് വിട്ടു നൽകും. ഇനി അടിപിടിയിൽ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും. സ്കൂളിന്റെ പുറത്ത് വെച്ച് നടക്കുന്ന അടിപിടി സ്കൂൾ അധ്യാപകർക്കോ PTO കമ്മിറ്റിക്കോ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്നിങ്ങനെ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് അബ്ദുൽ ഹക്ക്, പ്രിൻസിപ്പൽ ലിജ ജോയിസ്, വാർഡ് മെമ്പർ നൌഷാദ് എന്നിവർ പങ്കെടുത്തു. 1700-ൽ പരം വിദ്യാർത്ഥികളുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളാണിത്. ഇൻസ്റ്റഗ്രാം വഴി കുട്ടികൾ പരസ്പരമുണ്ടാക്കുന്ന പ്രകോപനമാണ് സ്കൂളിന് പുറത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.